പറമ്പിൽ തേങ്ങ ഉണ്ടെങ്കിൽ കരിക്കുണ്ടെങ്കിൽ തെങ്ങുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇവിടെ ലുലു ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ഹലോ, അപ്പോൾ ഇന്ന് ഫസ്റ്റ് വ്ലോഗാണ്. നമ്മൾ ഇവിടെ കമ്മീസിൽ പോവാണ്. കമ്മീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മാർക്കറ്റ് സ്പേസ് പോലത്തെ ഒരു ഏരിയ ആണ്. സോ ലെറ്റ്സ് ഗോ ദേർ ആൻഡ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മമ്മി. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. സോ ഇഫ് ഐ മെസ് ഓഫ് വൈൽ ടോക്കിംഗ് ഓർ എന്താ പറയുക, ഇഫ് ഐ ഡിഡ്ന്റ് പ്രസന്റ് വെൽ, ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നമുക്കത് നെക്സ്റ്റ് വ്ലോഗ്സിൽ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മീസിലേക്ക് മാത്രമല്ല പോകുന്നത്, ഇവിടെ വേറെ 2 സ്ഥലത്തും കൂടി നമ്മൾ കയറുന്നുണ്ട്. ലുലുവിലും പിന്നെ ഇവിടെയുള്ളൊരു അൽ ഒത്തൈം എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലും, അങ്ങനെ 2-3 കടകളിലും പിന്നെ ഇവിടുത്തെ കമ്മീസ് എന്ന് പറയുന്ന മാർക്കറ്റിൽ എല്ലാത്തിലും കൂടി കയറിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാറുള്ളത്. ഞങ്ങൾ പോയതൊരു വെനസ്ഡേ ആയിരുന്നു. ക്ലൈമറ്റൊക്കെ നല്ല സെറ്റായിരുന്നേ. സോ യെസ്, ഫസ്റ്റ് ഡേ കണ്ടോ, ഞങ്ങൾ അൽ ഒത്തൈമിലാണ് പോയത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആദ്യമുള്ളത് അതാണ്. സോ നിങ്ങളുടെ അതിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ ആദ്യം കാണിച്ചു തരാം. നമ്മളിന്ന് വന്നേക്കുന്നത് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ ഒത്തൈം അൽ ഒത്തൈം സൂപ്പർ മാർക്കറ്റ് എന്ന് പറയും. സോ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഈസിലി അവൈലബിൾ ആണ്. എന്താ പറയുക, ഡയറി പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ അത്യാവശ്യം അവൈലബിൾ ആണ്. ഓയിസിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ക്രൗഡ് ഉള്ളതുകൊണ്ട് കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന ടൈം ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആസ് ഐ സെയ്ഡ്, ഞങ്ങളൊരു വെനസ്ഡേ ആണ് പോയത്. ഇവിടെ വീക്കെൻഡ്സിലും ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് നല്ല ക്രൗഡായി വരുന്ന സമയം. ഞങ്ങൾ മാക്സിമം നേരത്തെ തന്നെ പോകാൻ നോക്കും, കാരണം ക്രൗഡഡ് ആയിക്കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബില്ലിംഗ് സെക്ഷനിൽ നമ്മൾ കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. ഇവിടെ ഞാൻ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതേ കണ്ടോ. ഇവിടെ നമുക്ക് ബോഡി ലോഷൻസ്, ബോഡി ക്രീം, സാനിറ്ററി പാഡ്സ്, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ കിട്ടും. സ്പൈസസ് കിട്ടും, ഫ്രൂട്ട്സ് കിട്ടും. വരുന്ന ഷോർട്സിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഉള്ളൊരു മെയിൻ ഹൈലൈറ്റാണ് ഇത്. റോ ഡേറ്റ്സ് ആണിത്. മറ്റേ ഡേറ്റ്സ് പോലെയല്ല, ഇത് കുറച്ചും കൂടി നാച്ചുറൽ ആൻഡ് ടേസ്റ്റിയാണ്. റോ ഡേറ്റ്സ് പിന്നെ കുറേ കാലം ഇരിക്കില്ല. ആസ് സൂൺ ആസ് പോസിബിൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കണം. നമ്മൾ നോർമലായിട്ടുള്ള മാനുഫാക്ചർ ആയിട്ടുള്ള ഡേറ്റ്സ് ഞങ്ങളത് ഇവിടെ നിന്ന് മേടിക്കാറില്ല. ഇവിടെ ഒരു ഡേറ്റ്സ് സൂക്കുണ്ട്, ഒരു ദിവസം അത് കാണിച്ചു തരാം. അവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. പിന്നെ ഇതേ ഡേറ്റ്സിൻ്റെ ഒരു പേസ്റ്റാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ചിക്കൻ ആൻഡ് ചിക്കൻ്റെ പാർട്സ് ആൻഡ് ഓൾ. അത് ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഡയറി പ്രൊഡക്ട്സ് കിട്ടും. പിന്നെ ഐസ്ക്രീംസ്. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്പൈസസ്. അവിടെ എല്ലാ സ്പൈസസും കിട്ടില്ല, പക്ഷേ എന്നാലും നമുക്ക് മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസിന് വേണ്ട ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട്. ദെൻ യെസ്, കുറേ നല്ല ഫ്രൂട്ട്സ് കിട്ടും. പിന്നെ അവിടെ കാണുന്ന സ്വീറ്റ് മെലൺ, അതേപോലെ തന്നെ വാട്ടർ മെലൺ, അതൊന്നും അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതല്ല. പിന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ സോ ലക്കി, ഞങ്ങൾക്ക് കുറച്ച് മാംഗോസൊക്കെ കിട്ടി. നല്ല മാംഗോസ് ആയിരുന്നേ. ഞങ്ങളത് മേടിച്ചു, നല്ലതായിരുന്നു. പിന്നെ അവക്കാഡോസ് ഉണ്ടായിരുന്നു. അവക്കാഡോസും അതെ നല്ല പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടി. മമ്മി അത് കുറേ ഇങ്ങനെ എടുക്കണ്ടോ. പിന്നെ ഞങ്ങൾ ആ ചെന്നടേ, നിങ്ങൾക്ക് ആ ഒരു യെല്ലോ ടാഗ് അവിടെ കിടക്കുന്ന കാണാൻ പറ്റും. ഞങ്ങൾ ചെന്നടേ കുറേ ഐറ്റംസിന് ഓഫർ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ചോക്ലേറ്റ്സ് കണ്ടാൽ പിന്നെ വിട്ടിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാനും കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒത്തേമിന്ന് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ഇതേ നമ്മൾ മുജാനിലെത്തി. മുജാനിലാണ് നമ്മുടെ സ്വന്തം ലുലു ഉള്ളത്. മുജാനിലാണ്. പാർക്കിംഗ് സ്പേസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ അങ്ങനെ സംഭവം അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് പാർക്കിംഗ് സ്പേസൊക്കെ കിട്ടി. ക്ലൈമറ്റിനെ പറ്റി ഒന്നും പറയാനില്ല. ഇവിടെ നല്ല ക്ലൗഡിയാണ്. സമ്മറായിരുന്നു, ഇപ്പോൾ ഭയങ്കര കുറച്ച് ഡേയ്സായിട്ട് ക്ലൗഡിയാണ്. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് മുജാൻ മാളിലാണ്. വേർ വി ഹാവ് ലുലു. ഞങ്ങളുടെ അബഹയിലെ ലുലു ഉള്ളത് മുജാൻ മാളിലാണ്. കാണിച്ചു തരാം. എന്ന് വന്നാലും എപ്പോഴും റഷ്. മലയാളീസ് ആയിക്കോട്ടെ, സൗദീസ് ആയിക്കോട്ടെ, എല്ലാവരും എപ്പോഴും ഉണ്ടാവും ഇവിടെ. സൗദിയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മോൾസിലും കഫേസിലും ആയിരിക്കും. അതും കൂടുതലും സ്പെൻഡ് ചെയ്യാൻ അവർ താല്പര്യപ്പെടുന്നത് ഈവനിങ്സിലാണ്. ആസ് യു ഗൈസ് ക്യാൻ സീ ഡൗൺ ദെയർ, അവിടെ ഒരു സീറ്റ് പോലുമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പാക്ഡ്. എല്ലാവരും അവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാണ്. നമുക്കും ഇവിടെ ജീവിച്ച് നമുക്കും ഈ ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്ത് പുറത്തു പോകാനൊക്കെയാണ് നമുക്കും ഒരു ഇൻട്രസ്റ്റ് കൂടുതൽ. ഫൈനലി കുറേ കാത്തിരുന്ന് ഞങ്ങളുടെ അബഹയിൽ ഒരു ലുലു വന്നതാണ്, മുജാൻ മാളിൽ. യെസ്,
ഞാൻ കയറാൻ പോവാണ് ഫാമിലിയുടെ കൂടെ. കുറച്ചായി, ഇറ്റ്സ് ബീൻ ഐ ഗെസ് 1 year ആയി ഇവിടെ ലുലു വന്നിട്ട്. ഫൈനലി നമ്മൾ ലുലുവിൻ്റെ ഉള്ളിൽ വന്നു. കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് മേടിക്കാനുണ്ട്. പേരൻസ് അവിടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങാനുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഞങ്ങളുടെ ലുലു ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും കിട്ടും. അബഹയിൽ ആക്ച്വലി കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും, ഞങ്ങളുടെ ഇവിടെ അബഹയിൽ ലുലു ഇല്ലായിരുന്നു. ലുലു വന്നുകൊണ്ട് ഇവിടുത്തെ ഇന്ത്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്, ഇന്ത്യൻസും മലയാളീസും. ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് പാർട്ടും അതാണ്. പുറത്ത് പോകുമ്പോൾ ലുലുവിൽ വരാൻ പറ്റുന്നതാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഞങ്ങൾ ചെന്ന ഡേ അത്യാവശ്യം ലക്കി ആയിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കയറിയ എല്ലാ ഷോപ്സിലും, സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് എല്ലായിടത്തും ഞങ്ങൾക്ക് നല്ല ഓഫറിൽ എല്ലാ സാധനവും വാങ്ങിക്കാൻ പറ്റി. ഹായ്, this is my I'm fine. My mom's colleague. ഹലോ, ഞാൻ വ്ളോഗൊക്കെ എടുത്തു. ഇത് നമ്മുടെ ആൻറ്റിമാരാണ്. ഇവിടെ ഞങ്ങൾ ലുലു വന്നപ്പോൾ കണ്ടതാ. ഞങ്ങളൊക്കെ എൻ്റെ വീട്ടിലേക്ക് വാങ്ങാറുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാർക്കറ്റിൽ നിന്ന് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല വാങ്ങിക്കുക. നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ഷോപ്സിൽ കയറി പ്രൈസും ക്വാളിറ്റിയും എല്ലാം നോക്കിയിട്ടാണ് വാങ്ങുക. ആൻഡ് ദെൻ ലുലുവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ആസ് എവരി വൺ നോ, ലുലുവിൽ ഇവിടെയുള്ള ബാക്കിയുള്ള സൂപ്പർ മാർക്കറ്റ്സിനെക്കാട്ടിലും ആസ് എവരി വൺ നോ കുറച്ചും കൂടി ഐറ്റംസ് അവൈലബിൾ ആണ്. പിന്നെ അൽ ഒത്താങ് പോലത്തെയുള്ള സൂപ്പർ മാർക്കറ്റ്സിൽ നമ്മുടെ തേങ്ങ, അതുപോലെ തന്നെ കപ്പ, അതൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്നത് അത്ര അവൈലബിൾ അല്ല, എപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷേ ലുലുവിൽ അത് എപ്പോഴും തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ലുലുവിൽ കിട്ടുന്ന തേങ്ങയാണ്. ഇപ്പം നമ്മൾ ക്രേവിങ്സ് വരുമ്പോഴല്ലോ, അതെ ഇതൊക്കെ വെച്ചാട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ തേങ്ങാ വെള്ളം നാട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. പറമ്പിൽ തേങ്ങ ഉണ്ടെങ്കിൽ, കരിക്കുണ്ടെങ്കിൽ, തെങ്ങുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് ഞങ്ങളിവിടെ ക്രേവിങ്സ് വരുമ്പോൾ മേടിച്ച് കഴിക്കുന്നത്. ഓർഗാനിക് കോക്കനട്ട് വാട്ടറൊക്കെ ഞങ്ങളിവിടെ കുടിക്കാറുള്ള. മലയാളികൾ എല്ലാവരും കൂടി പലഹാരം വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. ഈവനിങ് സ്നാക്സ് വാങ്ങിക്കാനായിട്ട് എല്ലാവരും കൂടി നിൽക്കുക. ഗൈസ്, അവിടെ മമ്മിയുടെ കൊളീഗ്സ് നമ്മുടെ ഡിസ്കഷനാണ്. നമുക്ക് ബില്ലിംഗ് സെക്ഷനിലേക്ക് പോകാം. അങ്ങനെ ഓൾമോസ്റ്റ് 1 hour എടുത്തിട്ട് ഫൈനലി നമ്മൾ ബില്ല് ചെയ്യാൻ വന്നേക്കാണ് ഗൈസ്. ഫൈനലി ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. We are gonna leave Mujan Mall. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി റിട്ടേൺ പോകാൻ നേരത്ത് അവിടെ ലുലു അല്ല ആക്ച്വലി ലുലു ഉള്ള മുജാൻ പാർക്കിൻ്റെ എൻട്രൻസിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഇതൊന്നും കാണാറില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഇവിടെ കാണുന്നത്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇത് എന്താണെന്ന് അറിയാനായിട്ട് ഞാനും എൻ്റെ കൂടെ അവിടെ കുറേ പേര് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഒക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് റിട്ടേണിങ് ബാക്ക് ഹോം വീട്ടിൽ ചെന്നിട്ട് കാണാം. ഫൈനലി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഉച്ചയ്ക്ക് ഇറങ്ങിയതാ. ഓൾമോസ്റ്റ് ഇപ്പോൾ 9:30 ആവുമ്പോഴാണ് നമ്മൾ വീട്ടിൽ വന്നു. ബൈ. അപ്പോൾ ഇന്നത്തെ ഡേ അത്രേ ഉള്ളൂ. ബൈ.